ദൈവത്തിൻ്റെ കോപമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? ദൈവം മനുഷ്യനോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു, ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നു, അങ്ങനെയാണോ? അല്ല. റോമർ 1:18 പറയുന്നു, ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കോപം മനുഷ്യൻ്റെ കോപം പോലെയല്ല. നമ്മുടെ കോപത്തിൽ പലപ്പോഴും വെറുപ്പുണ്ടാകും, പ്രതികാരമുണ്ടാകും, അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കണം എന്ന ചിന്തയുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ കോപം അങ്ങനെയല്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. പാപം എന്നത് ദൈവത്തിൻ്റെ ഒരു നിയമം ലംഘിച്ചതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പാപം മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവീക ബന്ധത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് അകറ്റുന്ന അവസ്ഥയാണ്. ദൈവത്തെ വിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, അവൻ അവനെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അതിനാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന അഭക്തിക്കും അനീതിക്കും എതിരെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം നിലകൊള്ളുന്നു. അതാണ് ദൈവത്തിൻ്റെ കോപം. ദൈവം പറയുന്നത്, നിന്നെ ഞാൻ വെറുക്കുന്നു എന്നല്ല, മറിച്ച് നിന്നെ നശിപ്പിക്കുന്ന ഈ ഇരുട്ട് എനിക്ക് അംഗീകരിക്കാനാവില്ല. യേശുക്രിസ്തുവിലൂടെ നോക്കിക്കേ. ദൈവത്തിൻ്റെ കോപം ശരിക്കും എങ്ങനെയുള്ളതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ യേശുവിലേക്ക് തിരിയണം. കാരണം യേശു തന്നെയാണ് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണ വെളിപ്പാട്. യേശു പാപികളോട് എങ്ങനെ പെരുമാറി? അവരെ അകറ്റിയോ? അല്ല, അവരോടൊപ്പം ഇരുന്നു, അവരെ സ്പർശിച്ചു, അവരെ സ്വീകരിച്ചു, അവരെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. ക്രൂശിലും യേശു മനുഷ്യരാശിയെ ഉപേക്ഷിച്ചില്ല. അവൻ നമ്മെ തൻ്റെ ഉള്ളിൽ പിതാവിനോട് അനുരഞ്ജിപ്പിച്ചു. അതുകൊണ്ട് റോമർ 1:18 വായിക്കുമ്പോൾ, ദൈവത്തിന് എന്നോട് ദേഷ്യമാണ് എന്ന ശബ്ദം കേൾക്കരുത്. പകരം കേൾക്കുക, മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാത്തിനുമെതിരെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിരുദ്ധമല്ല, അത് സ്നേഹത്തിൻ്റെ വിശുദ്ധ പ്രതികരണമാണ്. കാരണം ദൈവം പാപത്തെ എതിർക്കുന്നത് മനുഷ്യനെ എതിർക്കുന്നത് കൊണ്ടല്ല, മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ്.